പാലക്കാട് അട്ടപ്പാടിയിൽ വനത്തിലകപ്പെട്ട പോലീസ് സംഘം തിരിച്ചുവന്നു. അഗളി ഡിവൈഎസ്പി അടക്കമുള്ള 14 അംഗ സംഘമാണ് വഴിതെറ്റി കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോയത്. കഞ്ചാവ് കൃഷി തെരഞ്ഞു പോയവരാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. നിഖിൽ പ്രമേഷ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ നിഖിൽ, എന്താണ് അവർക്ക് സംഭവിച്ചത്? കൊടുങ്കാട്ടിലാണോ അവർ അകപ്പെട്ടു പോയത്? തീർച്ചയായിട്ടും എസ്കേൻ, ഇന്നലെ പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥർ ഉച്ച കഴിഞ്ഞും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് അവർ കാട് കയറിയത്. 14 അംഗ സംഘമായിരുന്നു. അഗളി ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഉച്ചയായിട്ടും അവർ മടങ്ങിയെത്തിയില്ല, വൈകിട്ടും എത്തിയില്ല, രാത്രിയിലും എത്തിയില്ല. ഇതോടുകൂടിയാണ് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നുകയും തുടർന്ന് ഒരു റേഞ്ച് വന്നൊരു ഭാഗത്ത് നിന്ന് അവർക്ക് ഈ സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. ആ സമയത്താണ് തങ്ങൾ വഴിതെറ്റിപ്പോയി എന്നുള്ള വിവരം അറിയിക്കുന്നത്, അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറിയിക്കുന്നത്. ഇതിൽ പുതൂർ SI അടക്കമുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് അവർ വിവരം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു RRT സംഘം ഇവർക്ക് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. ഈ വനത്തിലൊരു കഞ്ചാവ് തോട്ടം, വലിയ രീതിയിൽ കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഘം വനത്തിനകത്തേക്ക് പ്രവേശിച്ചത്. അവർക്കത് കണ്ടെത്തി നശിപ്പിക്കാനും കഴിഞ്ഞു. പക്ഷേ തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള വഴി ഇടയിൽ വെച്ച് മിസ്സായി പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ രാവിലെ അവർ തിരിച്ചെത്തുമെന്നുള്ള വിവരം സ്റ്റേഷനെ അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ വ്യാപകമാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം 14 അംഗ സംഘം മടങ്ങിയെത്തിയത്. ഡിവൈഎസ്പി പറയുന്നത് വളരെ ദുർഘടമായിട്ടുള്ള പാതയായിരുന്നു, വന്യമൃഗങ്ങൾ അടക്കമുള്ള കാട്ടാന അടക്കമുള്ള പാതയായിരുന്നു. അതിലൂടെ കടന്നു ചെന്നാണ് ഈ കഞ്ചാവ് തോട്ടം നശിപ്പിക്കാൻ കഴിഞ്ഞത്. എന്തായാലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ തങ്ങൾ നടത്താറുള്ള പരിശോധനകളുടെ ഭാഗം തന്നെയാണിത്. അതല്ലാതെ പ്രത്യേകിച്ചൊരു പ്രത്യേകത ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആ കഞ്ചാവ് തോട്ടം അവർ നശിപ്പിച്ചു കഴിഞ്ഞു. ആ സംഘം സുരക്ഷിതരായി മടങ്ങിയെത്തിയിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.